ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല അങ്ങാടിയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു പ്രദേശമാണ് ചൂരൽമല അങ്ങാടി എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം രക്ഷാപ്രവർത്തകരെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഇഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും ഊഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങൾ ഇവിടെ എത്തിയ ആ സമയത്ത് ആളുകളൊക്കെ തിരിഞ്ഞോടുന്ന ഒരു അനുഭവമുണ്ടായി. അത് രക്ഷാപ്രവർത്തകരും പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇവിടെയുള്ള ആളുകളൊക്കെ ഞങ്ങളോട് വ്യക്തമാക്കിയത് വീണ്ടും ഉരുൾ പൊട്ടിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നാണ്. അഥവാ മലവെള്ളപ്പാച്ചിൽ അതിശക്തമായിരുന്നു എന്നാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതുപ്രകാരം ഞങ്ങൾ ചൂരൽമല അങ്ങാടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആ സൈറ്റിലേക്ക് ഈ സമയം ഞങ്ങൾ പോയിട്ടില്ല. പക്ഷേ ഈ ചൂരൽമല അങ്ങാടിയുടെ ജനവാസ പ്രദേശത്തിൻ്റെ വേറെ ഒരു ഭാഗത്താണ് ഞാൻ ഇപ്പോഴുള്ളത്. അഥവാ ഉരുൾപൊട്ടി വലിയ മരങ്ങളും കല്ലുകളും കഷ്ണങ്ങളുമൊക്കെ ഒലിച്ചൊലിച്ച് പോയ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് നിന്ന് ഇവിടെയുള്ള വീടുകളുടെ ഒരു അവസ്ഥ നമുക്ക് കാണാം. ഇവിടെ ഒരു വീട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീടിൽ മണ്ണടിഞ്ഞുകൂടി ഈ വീടിൻ്റെ താഴ്ഭാഗമൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കാറ് നമുക്ക് മല മറിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് തിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ ചളി വെള്ളം വന്ന് അടിഞ്ഞു കൂടിയ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു പ്രദേശമെന്ന് പറയുന്നത്. കാരണം മണ്ണും കല്ലും എല്ലാം വന്ന് പതിക്കുന്ന ഒരവസ്ഥ. ഇതൊരു കൈത്തോടാണ്, പക്ഷേ ഈ കൈത്തോട് മാറി ഒരു പുഴ പോലെ ഒഴുകുന്നൊരവസ്ഥയാണ്. ഈ ഭാഗത്തേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം എൻ്റെ കൺവെട്ടത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വീടുകൾ, ഇരുനില വീടുകൾ, നല്ല മനോഹരമായ വീടുകൾ. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സർക്കാർ കെട്ടിടമുണ്ട്. ആ കെട്ടിടം ഉൾപ്പെടെ ഇപ്പോൾ നശിച്ച് അവിടെ വാഹനങ്ങളെല്ലാം ഒന്നിച്ചു കൂടി കുന്നുകൂടി അവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മുഴുവനായിട്ടും ചളിയിൽ നിറഞ്ഞു നിൽക്കുന്ന, ചളിയിൽ പുതഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥ തന്നെ ഇവിടെ നമുക്ക് കാണാം. ഞാനിപ്പോൾ ഒരു വീട്ടിലേക്കാണ്. ഈ വീടിൻ്റെ മുൻഭാഗമെല്ലാം ഒരു തോട് പോലെ, ഇത് ചെറിയ ഒരു കനാൽ മാത്രമായിരുന്നു, 2 ഭിത്തികളുള്ള. ഇതിൻ്റെ മുന്നോട്ടേക്കും ഞാൻ നിൽക്കുന്ന ഇതിൻ്റെ തൊട്ട് മുൻപിലേക്കും കുറച്ച് വശങ്ങളുണ്ടായിരുന്നു. ആ വശങ്ങളൊക്കെ ഇടിഞ്ഞ് ഒരു പക്ഷേ ഞാൻ അധികം മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടത്തിനുള്ള സാധ്യതകൾ കാണുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ കാലുകളെല്ലാം ചളിയിൽ പുതയുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളുള്ളത്. അത്രയ്ക്ക് ഭീകരമാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാനിവിടെ ഒരു വീട്ടിലേക്ക് ഒന്ന് കയറുകയാണ്. ഇവിടുത്തെ ഒരു വീടാണിത്. ഈ വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഭീകരമായി. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ നിഖിലൊന്ന് എൻ്റെ കൂടെ ഈ വീടിനകത്തേക്കൊന്ന് കയറി വരണം. കാരണം ഈ വീടിൻ്റെ അവസ്ഥ അത്രയ്ക്ക് ഭീകരമായ ഒരവസ്ഥ എന്ന് പറയാം. ഈ ഡോറ് നമുക്ക് തുറക്കാനോ അടയ്ക്കാനോ കഴിയുന്നില്ലെങ്കിൽ പോലും ഇതിനകത്ത് വലിയ രീതിയിലുള്ള കല്ലും മണ്ണും ചളികളുമൊക്കെ വന്ന് അടഞ്ഞു കൂടി നിൽക്കുന്നൊരു അവസ്ഥ നമുക്ക് ക്യാമറയിൽ കുറച്ച് കാണിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുകയാണ്. വാ, ഞാനിപ്പോൾ ഇവിടെ ഈ ദുരന്തത്തിൽ തകർന്നിട്ടുള്ള ഒരു വീടിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ എന്നോളം ഉയരത്തിൽ ഇപ്പോൾ ചളി വന്ന് കുമിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഈ വീട് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഈ വീട്ടിൻ്റെ ഒരു പ്രത്യേകത, ഈ വീട്ടിലൊരു 15 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിരുന്നു എന്നതാണ്. ഈ സ്ലാബ് പോലും അടർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ പ്രദേശത്തിൻ്റെ ഈ അങ്ങാടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെ സാധാരണഗതിയിൽ രൂക്ഷമായ മലവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കനത്ത മഴയിൽ വെള്ളമൊക്കെ കുത്തിയൊലിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആളുകൾ സാധാരണഗതിയിൽ ഇവിടെ നിന്ന്, വീട്ടിൽ നിന്ന്, അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ചൂരൽമല അങ്ങാടിയിലെ പാലത്തിന് മുകളിലേക്ക് കയറി നിൽക്കുകയായിരുന്നു അവരുടെ ഒരു പതിവ് എന്നാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ നമ്മളോട് പറയുന്നത്. അത് കഴിഞ്ഞ് മലവെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും ഇവിടേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷണമായിരുന്നു. നമുക്ക് ഇതിൻ്റെ മറ്റൊരു അവസ്ഥ കൂടി പറയേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ എനിക്ക് പിറകിൽ ഇപ്പോൾ ഇത് ചെറിയൊരു കൈത്തോട് പോലെ അല്ലെങ്കിൽ ഒരു കനാൽ പോലെയുള്ള ചെറിയ ഒരു വെള്ളം ഒഴുകിപ്പോകുന്നൊരു സ്ഥിതിയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയ തോട് പോലെ അത് പരിണമിച്ച് ഇതിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. എനിക്ക് തൊട്ട് പിറകിൽ
നമുക്ക് നെല്ലിപ്പുഴ ഒഴുകുന്നതും നമുക്ക് അതിൻ്റെ പിറകിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ പറയുന്നത് അത് ദിശ മാറി ഒഴുകുന്ന ഒരവസ്ഥയാണ്. അതിന് എന്ന് വെച്ചാൽ ഈ തോടിൻ്റെയും ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെയും നടുക്കായി ഒരു ദ്വീപ് പോലെ അല്ലെങ്കിൽ കുറച്ച് തുരുത്തുകൾ പോലെ കുറച്ച് വീടുകൾ ഇതിനകത്തുണ്ട്. നേരത്തെ ദിശ മാറി ഇതിനും ആ മരത്തിൻ്റെയൊക്കെ തൊട്ടപ്പുറത്ത് കൂടിയൊക്കെ ആയിരുന്നു ആ പുഴ ഒഴുകിയിരുന്നത് എന്നാണ് രക്ഷാപ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കുന്നത്. തൊട്ടടുത്തുള്ള പ്രദേശവാസി നമ്മുടെ കൂടെ ചേരും. എന്താണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായൊരു ഇവിടെ കഴിഞ്ഞൊരു 2018 ഇത് പൊട്ടിയ സമയത്ത് ഈ മഴ പിന്നെ ഈ വലിയ കുണ്ടായിരുന്നു ഇവിടെയൊക്കെ ആദ്യം. നല്ല ഞങ്ങൾക്ക് ചെറുതായ സമയത്ത് വലിയ കുണ്ടായിരുന്നു, അത് മൂടിപ്പോയിരുന്നു ആദ്യം ഒന്ന്. ആ സമയത്ത് വന്ന സമയങ്ങളിൽ ഇത്ര തന്നെ ഉള്ളൊരു ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം ഇടിഞ്ഞു വന്നത് കണ്ടില്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. ഈ പ്രദേശത്ത് നിന്ന് ഈ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടിയെന്ന് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു, കിട്ടിയെന്ന് പറഞ്ഞു ഇവിടെ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരാളെ ഞാൻ കണ്ടു, അവിടെ വീട്ടിലുള്ള ഒരാളെ ഞാൻ രാവിലെ വന്ന് കണ്ടു. പുള്ളിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ തൊട്ടടുത്തുള്ള ആളുകൾക്ക് കുറേ ആളുകൾ ഇന്ന് രാത്രി മുതൽ തന്നെ കാണുന്നില്ലായിരുന്നു. പിന്നെ കുറേ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ശരിക്കും ഈ പുഴ അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി വന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഒഴുകുന്ന രീതിയിലാണ് പോയിരുന്നത് ആദ്യം. ശരിക്കും ഇപ്പോൾ അവിടുന്ന് വെള്ളം വന്ന് അടിച്ച് കയറി ടൗണിൽ കൂടെ വന്ന് ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ എത്ര വീടുകൾക്ക് ഇവിടെ നാശനഷ്ടം ഒരു പ്രഥമ ദൃഷ്ടിയാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും? ഈ ചുറ്റുവട്ടത്തിൽ ഏകദേശം ഒരു 100ഓളം വീടുകൾ ഉണ്ട്. 100ഓളം വീട് ഈ ടൗണിൻ്റെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നില്ല താഴോട്ട്, അവിടെ ഉണ്ട്. ഈ തൊട്ടിപ്പുറത്തെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ അവിടെ കുറേ പാടുകളുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ കുറേ പോയിട്ടുണ്ടെന്നാണ് കേട്ടത്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല നമുക്കൊന്നും. ഇനിയിപ്പോൾ ഈ ഒരു ഇതിലെങ്ങനെ പോയിട്ട് അപ്പുറത്ത് വില്ലേജിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞാൽ വില്ലേജൊക്കെ വെള്ളത്തിൽ മൂടി കിടക്കുക. വീട്ടിലേക്കുള്ള വഴിയൊക്കെ ഇതായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴി ഇതിലെങ്ങനെ വന്ന് നടന്നു പോയിട്ട് ഈ കാണുന്ന സൈഡിൽ കൂടെ അങ്ങനെ പോയി അതാ കാണുന്ന വീടാണ്. ഒരു വഴിയായിരുന്നു അത്, നടവഴിയായിരുന്നു അതിവിടെ. ഇതിലെ റോഡുണ്ടായിരുന്നു. ഈ വീടുകൾക്ക് ഉള്ള റോഡ് ഈ സൈഡ് ഇതിൽ തന്നെയാണ് വന്നിരുന്നത്. ചെറിയ ഇവിടെ തോടും ബാക്കി കൂടെ റോഡ് ഉണ്ടായിരുന്നത്. ഇത് അതിക്രമിച്ച് വന്നതാണ് ഇപ്പോൾ. ചെറിയ തോടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഇത്രയും വെള്ളം വന്ന് കയറി അടിച്ച് പോയതാണ് ഇതിങ്ങനെ. ഈ സാധാരണഗതിയിൽ ഇവിടെയൊക്കെ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയം ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത്ര രൂക്ഷമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോഴൊക്കെ നിങ്ങൾ എന്തെങ്കിലും മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിരുന്നോ? പണ്ട് കാലത്തൊന്നും ഇത്രത്തോളം ഭീകരമായിട്ട് ഉണ്ടായിട്ടില്ല. പണ്ട് 84 പ്രാവശ്യമാണ് ഉൾപ്പൊട്ടിയിട്ട് വലിയൊരു ഇതുണ്ടായിരുന്നത്. പിന്നീട് വെള്ളം വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കയറി നമ്മളെ പറമ്പിൽ കൂടെ കയറി ഇറങ്ങി പോകണ്ടായിരുന്നുള്ളൂ. ഈ തോട്ടിൽ കൂടെ വെള്ളം ജസ്റ്റ് ഒന്ന് കയറി പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെള്ളം കയറി നിൽക്കും. അത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മഴേൻ്റെ ശക്തി കുറയുമ്പോൾ ഇറങ്ങിപ്പോകുന്നൊരു പ്രതീതി ഉണ്ടായിരുന്നത്. ഈ നിങ്ങളുടെ അയൽവാസികളായിരുന്നു കൂടെ ജീവിച്ചിരുന്ന ആളുകളാണ്. ഇവരിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് വല്ല വിവരവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ വിംസിലുണ്ട്. പിന്നെ എൻ്റെ തൊട്ട് അയൽവാസി 2 ആൾ കാണുന്നില്ല. ഒരാളെ ബോഡി കിട്ടിയിട്ടുണ്ട്, ഒരാൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.